ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് മലേഷ്യയിലേക്ക്. സോ അപ്പോൾ ദിസ് ഈസ് ഒഫീഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മലേഷ്യ ട്രിപ്പിൻ്റെ. സോ സ്റ്റേ ട്യൂൺ. സോ അങ്ങനെ ബാഗൊക്കെ സെറ്റാക്കി എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 7:30 ആകുമ്പോൾ ഇറങ്ങി ബസ്സിൽ നേരെ ട്രിവാൻഡ്രം. അവിടെ നിന്ന് ഒരു ഊബർ ഓട്ടോ എന്തെങ്കിലും നോക്കിയിട്ട് നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ളിലാണ്. ഞാനും വേറെ രണ്ടുപേരും കൂടെ ചേർന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ചെക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലഗേജ് ബാഗ് ഡ്രോപ്പ് ചെയ്യണം, അതിന് വന്നിട്ട് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കസ്റ്റമേഴ്സ് ചെക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളോട് ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, ഞങ്ങൾ ഒരു 10 പേരായിട്ടാണ് പോകുന്നത്. ഗ്രൂപ്പ് ടൂർ പോലെയാണ്, പക്ഷേ പരിചയമുള്ള ആൾക്കാരാണ്, ഫ്രണ്ട്സും മ്യൂച്വൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ലഗേജൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അതേ സീനൊന്നുമില്ല, നോർമൽ ഡൊമസ്റ്റിക്കിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ കേട്ടവർക്ക് നല്ല സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്രയൊന്നുമില്ല. ഡൊമസ്റ്റിക്കിൽ നോർമലി ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി ഒരു ആൾമോസ്റ്റ് 2 hours ഇനിയുണ്ട് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത് 12:20 ആണ്. ഇപ്പോൾ 10:20 ആയിട്ടേ ഉള്ളൂ. ജസ്റ്റ് അപ്പോൾ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങാം. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. ഈ സീറ്റൊന്നും ആരാണെന്ന് അറിയത്തില്ല. നമ്മൾ പലയിടത്ത് ആ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ക്രൗഡുണ്ട്, നല്ല രീതിയിലുള്ള ക്രൗഡാണ്. നോക്കട്ടെ, അപ്പോൾ നാളെ ഇമിഗ്രേഷൻ അതുപോലെ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വിചാരിച്ച നേരത്തെ നമ്മൾ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 7:25 പറഞ്ഞിരുന്നത്, അതായത് മലേഷ്യ ടൈം. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 4:20 ഇന്ത്യൻ ടൈം ആയിട്ടുള്ളത്. ഇവിടെ 2.5 മണിക്കൂർ മുന്നിലോട്ടാണ് മലേഷ്യൻ ടൈം പോകുന്നത്. അപ്പോൾ ഇവിടെ എത്ര മണി ഉണ്ടാവും? 7 മണി ആവാറ്. 6:50 ആയെങ്കിലും ഇവിടെ സൂര്യൊന്നും വലിയ രീതിയിൽ ഉദിച്ചിട്ടില്ല ഇപ്പോഴും. ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ആവുന്ന സമയത്ത് നമുക്ക് ലാൻഡിങ് വീഡിയോസൊക്കെ റെയിലെടുക്കാൻ കരുതിയിട്ടാണ് ഇരുന്നത്. പക്ഷേ വെളിച്ചത്തിന് വളരെ കുറവുണ്ടായിരുന്നു. നമ്മളൊരു സിം കാർഡൊക്കെ എടുത്ത്, ലോക്കൽ സിം കാർഡ് ഹോട്ട്ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 25 റിംഗറ്റിന് 7 days വരെ 20 GB ഹൈ സ്പീഡ് നെറ്റ് അവൈലബിൾ ആണ്. സോ അപ്പോൾ അതെടുത്തിട്ടുണ്ട്. 25 റിംഗറ്റിന് നല്ല ലാഭമാണ്. അപ്പോൾ ഏകദേശം നാട്ടിലൊരു 500 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ.
മലേഷ്യയിൽ വന്ന് ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു, വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ സ്റ്റാമ്പ് ചെയ്ത് വന്നു. പറയുന്ന അത്ര വലിയ കൺസേൺസും കാര്യങ്ങളൊന്നും കസ്റ്റംസിലുണ്ടായിരുന്നില്ല. ബാഗും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തതുമില്ല, അങ്ങനെയൊന്നും. ജസ്റ്റ് ഒന്ന് പാസ്പോർട്ട് ചെക്ക് ചെയ്തു, പിന്നെ റിട്ടേൺ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സ്റ്റാമ്പ് അടിച്ച് വന്നു. സോ അതിനുശേഷം നമ്മളൊന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ റെഡിയായി നിൽക്കുക ഞാൻ. ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ മലേഷ്യയിലൊക്കെ ഹോട്ടൽ ചെക്കിങ് പറയുന്നത് 3 മണിക്കാണ്. അപ്പോൾ 3 മണി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം മോർണിംഗ് അല്ലേ എത്തിയത്, അതുകൊണ്ട് നമുക്കിപ്പം ചെക്കിങ് അവൈലബിൾ അല്ല. സോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നേരെ പുത്രജ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ് പോകുന്നത്. ഒരു 20th സെഞ്ച്വറിയിൽ എന്തോ ബിൽഡ് ചെയ്തൊരു സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് KLCC എന്ന് പറഞ്ഞൊരു അക്വേറിയം ഉണ്ട്, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് അത് കഴിഞ്ഞ ശേഷം നൈറ്റ് ടൂർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇതൊക്കെ ടൈം ബൈ ടൈം നടക്കണം. പിന്നെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കും. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് എടുത്തത് ഏകദേശം ഒരു 25 റിങ്കറ്റിനാണ് എടുത്തത്. അതേ സെയിം പാക്കേജ് പുറത്ത് 15 റിങ്കറ്റേ ഉള്ളൂ. 10 റിങ്കറ്റ് കൂട്ടിയാണ് അകത്ത് വിൽക്കുന്നത്. ഉള്ള വണ്ടി ഒന്ന് കിടപ്പുണ്ട്. ഞാനടക്കം 9 പേര്, ഒരു കുട്ടിയും കൂടെയാണുള്ളത്. സോ ഫ്രണ്ട് സീറ്റിലേക്ക്